ബീഹാറിൽ ജനവിധിയിൽ നിർണായകമാണ് ജാതി സമവാക്യം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സമുദായങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുകയാണ് ഓരോ പാർട്ടിയുടെയും മുമ്പിലെ പ്രധാന കടമ്പ. ബീഹാറിലെ ഭൂരിപക്ഷമായ പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ടാണ് തെരഞ്ഞെടുപ്പിൽ നിർണായകമാവുക. ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനം, രാജ്യത്തെ ജനസംഖ്യാ പട്ടികയിൽ മൂന്നാമതുള്ള ബീഹാറിൽ ജാതീയ സമവാക്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തും. ജനസംഖ്യയുടെ 63% പിന്നാക്ക വിഭാഗങ്ങളാണ്. പിന്നാക്ക വിഭാഗങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്നത് ബീഹാറിലെ രാഷ്ട്രീയഗതി തീരുമാനിക്കും. ജനസംഖ്യയുടെ 15% വരുന്ന പിന്നാക്ക വിഭാഗമായ യാദവരാണ് ബീഹാറിൽ ഏറ്റവും അധികം. ചാമർ, പസ്വാൻ, കുശ്യാഹ, കുർമി തുടങ്ങിയവരും നിർണായകമാണ്. 17% മുസ്ലിം ജനസംഖ്യ. യാദവ പിന്നോക്ക മുസ്ലിം വോട്ടുകളുടെ ഏകീകരണമായിരുന്നു ലാലു പ്രസാദ് യാദവിന്റെ പ്രധാന ശക്തി. എന്നാൽ അവഗണിക്കപ്പെട്ടവർക്കും ദളിത് ഗോത്ര വിഭാഗങ്ങൾക്കും ഒപ്പമെന്നാണ് നിതീഷ് കുമാറിന്റെ മുദ്രാവാക്യം. ജാതി സെൻസസ് നടപ്പാക്കി സംസ്ഥാനമെന്ന ഖ്യാതിയോടെയാണ് നിതീഷ് കുമാർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്നാൽ ബീഹാറിലെ ദാരിദ്ര്യത്തിന്റെയും തൊഴിലില്ലായ്മയുടെയും കണക്കുകൾ ബിജെപിയെയും NDAയെയും JDUവിനെയും പ്രതിരോധത്തിലാക്കും. മീഡിയ 1, ഡൽഹി.